ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയ്ക്ക് പറയാനുള്ള കാര്യം സരസ്വതി അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. മടുത്തമ്മ, ഇനിയെങ്കിലും എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ള കാര്യം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മരിക്കുന്നതുവരെ നിങ്ങളുടെ കൂടെ തന്നെ കാണുമെന്ന് സരസ്വതി. പൂജ അന്നേരം എങ്ങനെ നോക്കുക, നിന്റെ പഴയ അമ്മായിയമ്മയായിട്ടല്ല, നിന്റെ അമ്മയായിട്ട് തന്നെ നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്നും സരസ്വതി പറയാം. ദേ, ഇവളുടെ അച്ചമ്മയായിട്ട് ഞാനിവിടെ താമസിക്കുമെന്ന്. അത് കേട്ടപ്പോൾ സന്തോഷമായിട്ടോ പൂജയ്ക്ക്. നിങ്ങളുടെ സന്തോഷം കെടുത്തുന്നതൊന്നും സരസ്വതിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകില്ലെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്നെ 100 വട്ടം വിശ്വസിക്കാമെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ വളരെ പ്രതീക്ഷയോടെ അവരിയ്ക്കുക. അപ്പോൾ അച്ചമ്മ ഭക്ഷണം കഴിക്കാൻ പൂജ പറഞ്ഞു. അങ്ങനെ അവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവർ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. പക്ഷേ സരസ്വതി ആ പറഞ്ഞതൊന്നും ആത്മാർത്ഥതയോടുകൂടിയല്ല എന്ന് സുമിത്രയ്ക്ക് മനസ്സിലായി. സുമിത്ര എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. സുമിത്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ ഒരു ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ ഇരിക്കുക. എന്തായാലും ഏറ്റിട്ടുണ്ടെന്നുള്ളൊരിതിൽ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അപ്പുവിനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് ഒരു മൂലയ്ക്ക് പോയി നിൽക്കും. അപ്പുവിൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വന്നു. എന്താടാ, എന്തു പറ്റിയെന്ന് ചോദിച്ച്. അപ്പോൾ അപ്പു പറഞ്ഞു ഒന്നുമില്ലാന്ന്. കുറച്ച് ദിവസമായിട്ട് നീ അപ്പടി മൂഡ് ഓഫ് ആണല്ലോ, എന്തു പറ്റി, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഒന്നുമില്ലടാന്ന് പറയാം വീണ്ടും. അപ്പോൾ കാര്യം പറയാൻ പറഞ്ഞു കൂട്ടുകാരൻ. എടാ, വീട്ടിലെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിച്ചു. ദേ, അതൊന്നും അല്ലടാ, എനിക്ക് പൂജയുടെ കാര്യമാണെന്ന് പറഞ്ഞപ്പം, എടാ നിന്റെ മനസ്സിലിരിക്കുന്ന കാര്യം മനസ്സിലിരുന്ന പൂജ എങ്ങനെയാണ് അറിയുന്നത്? എത്രയും പെട്ടെന്ന് നീ നിന്റെ പ്രണയം തുറന്ന് പറയടാ. പ്രണയം തുറന്ന് പറയാത്ത മണ്ടനല്ലേടാ നീ എന്ന് ചോദിച്ചപ്പം, എടാ അവൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിലേ അവൾ എന്നോട് തുറന്നു പറയായിരുന്നില്ലേ എന്ന് അപ്പു കൂട്ടുകാരനോട് ചോദിച്ചപ്പം, അവളും നിന്നെപ്പോലെ ചിന്തിച്ചതാണെങ്കിലോ അതായിരിക്കും അവളും പറയാത്തതെന്ന് കൂട്ടുകാരൻ അന്നേരം പറഞ്ഞു. എടാ, പങ്കജ് അവളുമായി അടുക്കുന്നതിന് മുൻപ് അവനെ കണ്ട അകന്നു പോകുന്നവളായിരുന്നു പൂജ. പക്ഷെ ഇപ്പോൾ അവൻ്റെ ഒപ്പമാണ് അവൾ ഏതു നേരവും. എനിക്കതൊന്നും സഹിക്കുന്നില്ലടാ. എടാ, നീ എന്തൊക്കെയാടാ പറയുന്നത്? പങ്കജിനെ സ്നേഹിക്കാൻ മാത്രം വെറും മണ്ടിയാണോടാ പൂജ? അപ്പോൾ നിനക്ക് എന്താ പറ്റിയത്? എടാ, അവൻ എൻ്റെ വഴിയിലൊരു തടസ്സമാകുന്നുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എടാ, ആ തടസ്സം മാറ്റാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്തു വഴി? എടാ, നീ നിൻ്റെ പ്രണയം പൂജയോട് തുറന്നു പറയുക. അത് തന്നെയല്ലേ ഏറ്റവും നല്ല വഴി. എടാ, നീ പറഞ്ഞാൽ അവൾ ഓക്കെ പറയും, 100% ഉറപ്പാണ്. പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി, പിന്നെ എന്താ കുഴപ്പം? പങ്കജ് അവൻ്റെ പാട്ടിന് പൊക്കോളും, നിനക്കെന്താ? എടാ, ഞാൻ അവളോട് അതെങ്ങനെ പറയുമെടാന്ന് ചോദിച്ചപ്പം, നിനക്ക് വേണ്ടി ഞാൻ പറയണമെന്ന് കൂട്ടുകാരൻ ചോദിച്ചു. അയ്യോ വേണ്ട, എന്നാൽ പിന്നെ നീ അത് തുറന്ന് പറയണം അപ്പു. ദേ, അവളുടെ സ്നേഹം നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ അത് തുറന്ന് പറയണം. അടുത്ത ദിവസം വാലന്റൈൻസ് ഡേ ആണ്, അവളോട് തുറന്നു പറയാൻ പറ്റിയ ദിവസം. ദേ, അവളോട് നീ നിന്റെ പ്രണയം തുറന്നു പറയാൻ പറഞ്ഞപ്പം ഉറപ്പായും അടുത്ത ദിവസം ഞാൻ പറയുമെന്ന് അപ്പു പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യമെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം അനന്യ തൻ്റെ മകളെ ഫോണിൽ വിളിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ മമ്മി മോളുടെ അടുത്തെത്തുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ എന്ന് വരും മമ്മി എന്ന് ചോദിച്ചപ്പം അതിപ്പോൾ പറയില്ല എന്ന് പറഞ്ഞു അനന്യ. ഇപ്പോൾ പറയണമെന്ന് പറഞ്ഞ് സ്വരമോൾ വഴക്കുണ്ടാക്കിയപ്പം അതെ, അതിപ്പോൾ പറഞ്ഞാൽ മമ്മിയുടെ വരവിന് മോൾക്കൊരു സർപ്രൈസ് ഉണ്ടാക്കില്ല എന്ന് അനന്യ. അത് കേട്ടപ്പോൾ മോൾക്ക് സങ്കടം. മോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് സ്വരമോളെ എന്ന് വിളിച്ച് മമ്മി മോളുടെ അരികിലെത്തും. പോരേന്ന് ചോദിച്ചു. എന്നിട്ട് മമ്മി മോളെ ഞെട്ടിച്ച് കളയും. പിന്നെ ഹലോ മോളെന്താ ഒന്നും മിണ്ടാത്തെ? മമ്മിയോട് പിണങ്ങല്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനന്യ കൊച്ചുമായിട്ട് സംസാരിക്കാം. അപ്പോൾ അടുത്ത് തന്നെ വരുമെന്നും പറഞ്ഞുകൊണ്ട് കൊച്ചുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്മി വരുമ്പോൾ ഡാഡിയെ കൊണ്ടുവരുമെന്ന് ചോദിച്ചു. അപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഷുവറാണോ? ഷുവറായിട്ടും കൊണ്ടുവരും. മമ്മി ഡാഡി കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാണാറുണ്ടെന്നും പറഞ്ഞു. മമ്മിയുടെ കൂടെ ഡാഡി വരണം കേട്ടോ, വരൂലോ അല്ലേ? ഈ അമ്മമ്മയോട് ചോദിച്ചാൽ ഒന്നിനും മറുപടി തരത്തില്ലെന്നേ. ഡാഡി മോളെ കാണാൻ വരും കേട്ടോ. ഡാഡിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലേ മോളെ? പിന്നെന്താ, എനിക്കും ഡാഡിയെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ പക്ഷെ ഡാഡിയെ പറ്റി അമ്മമ്മയോട് പറഞ്ഞാലേ അമ്മമ്മയ്ക്ക് ദേഷ്യം പിടിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും അനന്യയുടെ മുഖമൊക്കെ മാറി. എന്നെ വഴക്കും പറയും. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചു അനന്യ. മമ്മിക്ക് ഡാഡി ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും മുഖമൊക്കെ വല്ലാതാക്കി ഇങ്ങനെ നിൽക്കുകയാണ് അനന്യ ഒന്നും മിണ്ടാതെ. അപ്പോൾ മോളെ, മമ്മിക്ക് ഓഫീസിൽ പോകണം, അങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണം, പിന്നെ മോൾക്ക് തരാനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കണം, മമ്മി ഒത്തിരി ബിസി ആട്ടോ എന്ന് പറഞ്ഞപ്പം എന്ത് ഗിഫ്റ്റാണ് മമ്മി എനിക്ക് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു കൊച്ച്. അതൊന്നും ഞാൻ ഇപ്പം പറയില്ല, കൊണ്ടുവരുമ്പോൾ എൻ്റെ മോൾ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. ശരി മമ്മി എന്നും പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. കുറേ ഉമ്മയൊക്കെ കൊടുത്ത് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും കൊച്ച് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക കേട്ടോ. എൻ്റെ മമ്മി വരുവേ, ഡാഡി വരുവേ എന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയത്ത് അനന്യ അവിടെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. കൊച്ചിനെ അത്രയും പറഞ്ഞു മോഹിപ്പിച്ചു,
പക്ഷേ എന്ത് ചെയ്യും എന്നോർത്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് പങ്കജും അച്ഛനും കൂടെ ഇങ്ങനെ പോവുക. എടാ, സത്യം പറഞ്ഞാൽ നിനക്കും നിൻ്റെ മമ്മിക്കും എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് അച്ഛൻ മകനോട് പറയുന്നു. ബ്ലാക്ക് മെയിലർക്ക് ഞാൻ പണം നൽകിയത് മണ്ടത്തരമായി പോയിട്ടാണ് നിങ്ങൾ കാണുന്നത് അല്ലേ? പക്ഷേ അതങ്ങനെ അല്ല, മനസ്സിലായോ? അതിബുദ്ധിമാനായ ഞാൻ കയറി കളിച്ചതാടാ. അപ്പോൾ പങ്കജിനെ നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല. നീ ഇവിടെ നോക്കും, ഞാൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞു അച്ഛൻ. എന്നിട്ട് നീ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ നീ ഒന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ലടാ, മറിച്ച് ഞാനാണ് ചിന്തിക്കുന്നതെങ്കിലേ അതിനൊക്കെ റിസൾട്ട് ഉണ്ടാകും, അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡാഡി ആ ലെഫ്റ്റ് സൈഡിലെ റോഡിലേക്ക് നിർത്താൻ പറഞ്ഞു മകൻ. എടാ, എന്തിനാ അവിടെ നിർത്തുന്നത്? അത് ഞാൻ പറയുന്ന വഴിക്ക് ഡാഡി അങ്ങ് പോയാൽ മതി, വണ്ടി തിരിക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് മകൻ അച്ഛനെ വഴക്കുണ്ടാക്കി തിരിപ്പിക്കുന്നു. അങ്ങനെ വണ്ടി തിരിച്ച് അവർ അതിലെ പോകുമ്പോൾ പിന്നെ കാണിക്കുന്നത് സരസ്വതി അമ്മയാണ്. സരസ്വതി അമ്മ വലിയ മൊബൈലൊക്കെ കയ്യിൽ പിടിച്ചിങ്ങനെ അതൊക്കെ തോണ്ടി കളിച്ച് നല്ല സന്തോഷത്തിലിരിക്കുക. അപ്പോൾ അമ്മേ, ഇത് പൂജയുടെ ഫോണല്ലേ എന്ന് ചോദിച്ചു. അതെ, മോഷ്ടിച്ചതല്ല, തൽക്കാലം നോക്കാനായിട്ട് അവൾ തന്നതാണെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും സുമിത്ര ഈ ശീലം അത്ര നല്ലതല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം സമയം പോകണ്ടേ മോളെ, വീട്ടിൽ ഇഷ്ടം പോലെ ജോലി കിടപ്പുണ്ടല്ലോ, അത് ചെയ്താൽ തന്നെ സമയം നല്ലതുപോലെ പൊയ്ക്കോളും. അതിന് ഫോണിൽ ചെയ്യണമെന്ന് ചോദിച്ചപ്പം തുടങ്ങി എന്ന് സരസ്വതി പതുക്കെ പറഞ്ഞു. അപ്പം സുമിത്ര ചോദിച്ചു, എന്താന്ന്? ഒന്നുമില്ല മോളെ, തൽക്കാലം ഈ ബാഗിലെ തുണിയൊക്കെ എടുത്ത് ഷെൽഫിൽ അടുക്കി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതെൻ്റെ ബാഗല്ലേ? അതെ, ഇതിനകത്തെ തുണികളും അമ്മയുടേത് തന്നെയാണ്. ഇതെന്താ എൻ്റെ മുറി മാറ്റിയോ? ഇത് പൂജയുടെ മുറിയാണെന്നും തൽക്കാലം അമ്മ ഇവിടെ കിടക്കാനും പറഞ്ഞു സുമിത്ര. പൂജ എൻ്റെ കൂടെ എൻ്റെ മുറിയിൽ കിടന്നോട്ടെ എന്നും പറഞ്ഞു. എന്നും പറഞ്ഞു സരസ്വതി ഇങ്ങനെ നോക്കുവാണേ. എന്നിട്ട് ചാടി എഴുന്നേറ്റു. അത് വേണോ മോളെ? അതെന്താ, അവൾക്ക് ഒറ്റയ്ക്ക് കിടക്കാനായിരിക്കില്ലേ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചു. ചെറുപ്പക്കാരി കുട്ടിയല്ലേ, ഫോണിൽ തനിച്ച് ചാറ്റുകളൊക്കെ ഉണ്ടാകില്ലേ എന്ന് സരസ്വതിയമ്മ ചോദിച്ചപ്പം എന്തോന്ന് ചാറ്റ്? ഓ, അപ്പം അതൊക്കെ അമ്മയ്ക്ക് അറിയാമല്ലേ? വൃദ്ധസദനത്തിലെ ഫ്രണ്ട്സ് പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞ് സരസ്വതിയമ്മ പറഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല, അവൾക്ക് എൻ്റെ കൂടെ കിടക്കുന്നതാ ഇഷ്ടമെന്ന് സുമിത്ര നേരം പറഞ്ഞു. അതും പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ മോളെ ഇതൊക്കെ ഷെൽഫിൽ വെച്ചിട്ട് മോളെ എന്ന് പറഞ്ഞു സരസ്വതിയമ്മ. അപ്പോൾ അമ്മ തന്നെ അങ്ങ് വെച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് സരസ്വതിയുടെ മുന്നിൽ നിന്ന് സുമിത്ര അങ്ങ് പോയേ. അപ്പോൾ സരസ്വതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഓ നാശം, ഇതൊരു കുഞ്ഞു മുറിയല്ലേ, ഇതിനകത്ത് എങ്ങനെ കിടക്കും? ഒന്നും ചോദിക്കണ്ട, ഇറക്കി വിട്ടാലോ, ഇങ്ങോട്ട് പോകും എന്നൊക്കെ ചിന്തിച്ച് സരസ്വതി അമ്മ തുണി എടുക്കാൻ തുടങ്ങി. സരസ്വതി അമ്മ അവിടെ തുണി അടുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷെൽഫ് തുറന്നു. അതിനപ്പോൾ തുറന്നപ്പോൾ കുറേ ഡ്രസ്സ് അതിനകത്ത് ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഇനി ഞാൻ എൻ്റെ തുണി എവിടെ വെക്കാനാ? ഇത് നിറച്ചവൻ പൂജയുടെ വസ്ത്രങ്ങളാണല്ലോ. ഇതിന് മാത്രം അവൾക്ക് ഡ്രസ്സുകളുണ്ടോ? കുറച്ചെടുത്ത് മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ അങ്ങനെ നോക്കുമ്പോഴേക്കും ആ ഡ്രസ്സുകൾ പൊക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ എന്തോ ഒരു പേപ്പർ ഇരിക്കുന്നത് കണ്ടു. വേഗം നീ സരസ്വതി അമ്മ ആ പേപ്പർ എടുത്തിട്ട് ഇത് തുറന്നു നോക്കുക കേട്ടോ. തുറന്ന് നോക്കിയിട്ട് ഒരു പേപ്പർ കണ്ടു. അപ്പോൾ അത് ഇംഗ്ലീഷാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുന്നേ. അപ്പോൾ കുറേ അക്ഷരങ്ങളൊക്കെ എടുത്ത് വായിച്ചു. ഇതിനകത്ത് ചിത്രമുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞിങ്ങനെ നോക്കുക. എന്നിട്ടൊരു ലവിൻ്റെ ഒരു പടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പൂജ അങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ പൂജ ആ ഒരു സിറ്റുവേഷൻ കണ്ടുകൊണ്ടാണ് കയറി വരുന്നത്. സരസ്വതിയുടെ കയ്യിലിരിക്കുന്ന പേപ്പർ തട്ടിപ്പറിച്ചിങ്ങ് വാങ്ങിച്ചിട്ട് അച്ഛമ്മ എന്തേ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല മോളെ, ഇത് ഷെൽഫിലിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കിയതാ. അല്ല, വെറുതെ നോക്കിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സാധനങ്ങൾ അനുവാദമില്ലാതെ എടുക്കരുത് എന്ന് പൂജ അന്നേരം സരസ്വതിയോട് പറഞ്ഞു. അച്ഛമ്മയ്ക്ക് എന്താ എൻ്റെ മുറിയിൽ കാര്യമെന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ അമ്മ പറഞ്ഞു എന്നോട് ഇവിടെ കിടന്നോളാനായിട്ട്. നിന്നെ അമ്മയുടെ മുറിയിലേക്ക് തട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ അമ്മയുടെ ഒരു കാര്യമെന്ന് പൂജ പറയണം. എൻ്റെ ഡ്രസ്സ് അലമാരിയിൽ വെക്കാൻ കാർഡ് കണ്ടു, എടുത്തു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും സരസ്വതിക്ക് ഇങ്ങനെ നോക്കുവാണേ. 2 ഹൃദയമൊക്കെ ഉണ്ടല്ലോ, ആരതുന്നതാ, അല്ലെങ്കിൽ ആർക്ക് കൊടുക്കാനാ എന്നൊക്കെ ഇങ്ങനെ സരസ്വതിയമ്മ നൈസായിട്ട് ചോദിക്കാം. ഭാഗ്യം ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് പൂജ മനസ്സുകൊണ്ട് ചിന്തിക്കുവാണേ. അപ്പോൾ മോളെ പറയടി, ആർക്ക് കൊടുക്കാനാടി, ആരതുന്നതാടി? അപ്പോഴേക്കും പൂജ ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവുകയാണേ. പൂജ അതെടുത്ത് ബാഗിലെടുത്ത് വെച്ച് പുറത്തേക്ക് പോണു. അപ്പോൾ പൂജ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എടീ നീ ഉണ്ടല്ലോ, നീ ഒത്തിരി അനങ്ങാക്കള്ളിയൊന്നും ആവണ്ട, അല്ലെങ്കിൽ കള്ളത്തരമൊന്നും കാണിക്കേണ്ട, നിൻ്റെ കള്ളത്തരമൊക്കെ ഞാൻ പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സരസ്വതിയെ. ഇതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അപ്പുവിനെ. അപ്പു ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് കുറേ പ്രാക്ടീസൊക്കെ ചെയ്യുക. ഞാൻ നിനക്ക് വേണ്ടി തരാൻ എഴുതി വെച്ചതാണെന്നും അത് നീയാണ് തെറ്റിദ്ധരിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ ഗിഫ്റ്റ് തന്നെ എടുത്ത് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഞാൻ എങ്ങനെ പറയും, ഞാൻ എങ്ങനെയാണ് അവളോട് സംസാരിക്കേണ്ടത്, എല്ലാം എനിക്ക് തുറന്നു പറയണം, ഇതൊക്കെ പറഞ്ഞു. ഇന്ന് പറയണമെന്ന്
പറഞ്ഞില്ലേ ശരിയാവില്ല, പറഞ്ഞില്ലേ പറ്റൂ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം റെഡിയാക്കി വെച്ച് നമ്മുടെ അപ്പു അങ്ങനെ പോകാൻ തുടങ്ങും. ഈ സമയത്ത് ആ പങ്കജും അതുപോലെ അച്ഛനും കൂടെ വണ്ടിയിൽ ഇങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് ഒരു വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്ന അച്ഛനോട് മകൻ പറഞ്ഞിട്ട് ഇത് ആരുടെ വീടാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ കുനിഞ്ഞും കമ്മന്നൊക്കെ കിടന്നു ഇങ്ങനെ നോക്കുന്നുണ്ടേ. അപ്പം ഇല്ലയെന്ന് പറഞ്ഞു. ഇതൊരു വാടക വീടാണെന്ന് പറഞ്ഞു മകൻ അച്ഛനോട്. ഇവിടെയാണ് സുമിത്ര ആൻറ്റിയും പൂജയും താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഓ, ഈ വീട് കാണിച്ചു തരാനാണോടാ എന്നെയും കൊണ്ട് ഇത്രയും ദൂരം നീ വണ്ടി ഓടിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ അല്ല, അതൊന്നും അല്ല, നമ്മൾ പൂജയെ കൂട്ടാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എടാ മോനെ എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ പല ഉദ്ദേശം ഉണ്ടെന്ന് ഇങ്ങനെ മകൻ മനസ്സുകൊണ്ട് ചിന്തിക്കുക. ഈ സരസ്വതിയമ്മ അന്നേരം ഈ ഫോണും നോക്കി അവിടെ ഹ എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണേ. അപ്പം ഈ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ സുമിത്രയും അതുപോലെ തന്നെ പൂജയും കൂടി വന്നു. അപ്പം അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പൂജയുടെ എന്തോ കാണാതെ പോയി. അപ്പോൾ മോൾ എടുത്തെടുത്ത് വെക്കാത്തത് കൊണ്ടല്ലാതെ എവിടെയെങ്കിലും കാണും, മുറിയിൽ പോയി നോക്കാൻ പറയും. അമ്മേ ഓഫീസിലെത്താൻ ഇന്ന് ലേറ്റ് ആകും അമ്മേ, വഴക്കോ പറയാൻ എന്തെങ്കിലും കാരണം കിട്ടാൻ നോക്കിയിരിക്കുക അവിടെയുള്ളവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജയും സരസ്വതിയും കൂടെ സംസാരിക്കുമ്പോഴും വീഡിയോ കണ്ട് ഹ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക സരസ്വതി. അമ്മേ എൻ്റെ ചുരിദാറിന് ഇസ്തിരി ഇട്ടിട്ടില്ല, ഒന്ന് ഇട്ടത് അമ്മയെന്ന് പറഞ്ഞപ്പം മോളെ എനിക്ക് സ്കൂളിൽ പോകണ്ടേന്ന് ചോദിച്ചു. അമ്മ പ്ലീസ് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് മകള് അമ്മയെ കൊണ്ടിടിയിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഫോണും നോക്കി ചിരി കൂടിക്കൂടി വന്ന സരസ്വതിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ നമ്മുടെ പൂജ അങ്ങ് തട്ടിപ്പറിച്ചങ്ങ് മേടിച്ചു. അയ്യോ മോളെ ഇത് തട്ടിപ്പറിച്ചോണ്ട് പോവല്ലേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അന്നേരം പറയുമ്പോഴേക്കും ഞാൻ കണ്ടു തീർന്നില്ലെന്നും അപ്പോൾ ഇത്രയും കണ്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് പൂജ അത് മേടിച്ചുകൊണ്ട് അങ്ങ് പോയി. പൂജ അത് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പം അമ്മേ ഞങ്ങൾക്ക് 2 പേർക്കും ഇവിടെ നിന്ന് ജോലിക്ക് പോകണം, അതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഉച്ചഭക്ഷണം ഉണ്ടാക്കണം, പിന്നെ നിലം തുടയ്ക്കണം, അങ്ങനെ എന്തൊക്കെ ജോലിയാണ്, അങ്ങനെ 100 കൂട്ടം ജോലികൾ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ സുമിത്രേ, എന്നിട്ടാണോ അമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇവിടെ കയറി ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ചിരി ആയുസ് കൂട്ടുമെന്നാണല്ലോ, ജോലി ചെയ്താലും ആയുസ് കൂടും, വീട്ടുജോലി ചെയ്യാൻ അമ്മ സഹായിച്ചേ പറ്റുമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എന്താ മോളെ ചെയ്യേണ്ടത്? ഇപ്പോഴത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെടുത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്ന് വെക്കാമോ എന്ന് ചോദിച്ചു. വെക്കാമല്ലോ, മോളുടെ ഈ ചുരിദാർ ഞാൻ തേച്ച് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അത് തേക്കാനായിട്ട് അങ്ങ് പോയപ്പോൾ എല്ലാ പണിയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അങ്ങ് പോകണം. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറത്ത് എന്തിനാടാ ഇവിടെ വന്ന് ഇങ്ങനെ കാത്തു കെട്ടി കിടക്കും, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അച്ഛൻ മകനോട് ദേഷ്യപ്പെടുമ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മതിയെന്ന് മകൻ അച്ഛനോട് പറയണം. ഇതൊക്കെ നിന്റെ മമ്മി അറിഞ്ഞാലേ നിന്റെ കഥ കഴിക്കും കേട്ടോ എന്ന് പറഞ്ഞപ്പം മമ്മി ഇതൊന്നും അറിയാൻ പോകുന്നില്ലെന്ന് മകൻ. എടാ സത്യം പറ, നീ അവളെ പ്രണയിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പം പ്രണയിക്കാനോ അവളെയോ ഞാനോ എന്നും ചോദിച്ചുകൊണ്ട് പങ്കജ് ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നു. അപ്പം എനിക്ക് സംശയമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞപ്പം എനിക്ക് ഒരു പ്രണയവും ഇല്ല ഡാഡി, പ്രതികാരം ചെയ്യണമെന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്ന് പങ്കജ് പറയുക. ഇതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണെന്നും അത് കേട്ടപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഇരുന്ന് തലയാട്ടുന്നു. അവൾ എന്നെ നേരത്തെ തെറ്റിദ്ധരിച്ചതാണെന്നും ഞാനൊരു നല്ല മനുഷ്യനാണെന്നും അവളെ കൊണ്ട് ഞാൻ വിശ്വസിപ്പിക്കും എന്ന് പങ്കജ് അച്ഛനോട് പറയാം. അവൾ എന്നെ പതിയെ പ്രണയിക്കാനും തുടങ്ങും, പിന്നെ എന്നെ വിശ്വസിച്ചതിൽ അവൾ പശ്ചാത്തപിക്കും, അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്തരം വിനോദങ്ങളില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്ത് അർത്ഥമാണ് ഡാഡിയുള്ളത്? എടാ മോനെ, ഒരു വട്ടം പ്രണയിച്ചു എന്ന് കരുതി അവൾ അങ്ങനെ നിന്റെ പ്രണയത്തിലൊന്നും വീഴില്ല, നിനക്കെന്താ വട്ടാണോ എന്നൊക്കെ ചോദിച്ചു. ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകാൻ? പൂജയുടെ വീട്ടിലേക്ക്. ഇരിക്കണം അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ മകനോട് ദേഷ്യപ്പെടുന്നു. ഡാഡി വീട് ഡാഡി പൂജ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കി മകൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴേക്കും അച്ഛനും പുറത്തേക്ക് ഇറങ്ങി. എടാ നീ ഇത് എങ്ങോട്ടായി പോണേന്ന് ചോദിച്ചു. എടാ എൻ്റെ പൊന്നു മോനെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നീ പോകണ്ട എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ശബ്ദം കേട്ട് സരസ്വതിയമ്മ അങ്ങോട്ടേക്ക് വന്നു. അവിടെ എന്താ എന്നും ചോദിച്ചു. നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പൂക്കുറ്റി അടിയാണ്. സുമിത്രയോട് പറഞ്ഞാലോ എന്ന് ചിന്തിക്കുന്നു. ആരാത് എന്നൊക്കെ സരസ്വതിയമ്മ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡാഡി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം എന്തോ തർക്കം നടക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. സുമിത്ര അങ്ങ് വന്നപ്പോൾ സരസ്വതിയമ്മ ഇങ്ങനെ ജനലിലൂടെ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടു. അപ്പോൾ സുമിത്ര വന്നിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പം നീ ഒന്ന് അങ്ങോട്ട് നോക്കിയോ സുമിത്രേ, നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുക. നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ സുമിത്ര ഇവരെന്താ ഇവിടെ എന്നിങ്ങനെ ചിന്തിച്ചേ. അപ്പോൾ നിനക്കറിയാമോ ഇവരെ എന്ന് സരസ്വതി ചോദിച്ചു. ആരാ ഇവര്? അപ്പോൾ രോഹിത്തിൻ്റെ സഹോദരി രഞ്ജിതയുടെ ഭർത്താവും മകനുമാണതെന്നുള്ള കാര്യം സുമിത്ര പറഞ്ഞപ്പോൾ അവരാണോ എന്നും പറഞ്ഞിങ്ങനെ സരസ്വതി അമ്മ നിൽക്കുകയാണേ. പുറകെ നമ്മുടെ പൂജയും വന്നു. എന്താ അമ്മേ എന്നും ചോദിച്ചു. പൂജ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നത് പൂജയും കണ്ടു. അപ്പോൾ
പങ്കജ് എന്തിനാ ഇവിടെ വന്നത് എന്ന് സുമിത്ര ചോദിക്കുക. അപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു പൂജ. ഇവൻ്റെ കമ്പനിയിലല്ലേ നീ ജോലി ചെയ്യുന്നത്? എൻ്റെ അച്ഛൻ്റെ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നതെന്ന് പൂജ അന്നേരം പറഞ്ഞു. ഇപ്പം ഇവരുടെ കയ്യിലാണ്, അത്രേ ഉള്ളൂ എന്നും പൂജ അന്നേരം സരസ്വതിയോട് പറയാം. പങ്കജ് നിന്നെ കാണാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പം എന്തിനാ എന്നെ കാണാൻ വരുന്നത്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്നിങ്ങനെ മൂളി നമ്മുടെ സരസ്വതി. അപ്പോൾ എന്താ അർത്ഥം വെച്ചൊരു മൂളലെന്ന് ചോദിച്ചു പൂജ. നിന്നെ കാണാനല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൻ രാവിലെ തന്നെ ഇവിടെ വരണം എന്നിങ്ങനെ സരസ്വതി ചോദിക്കുക. അപ്പോഴേക്ക് സുമിത്ര ഇങ്ങനെ നോക്കുന്നു, പൂജ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ഇതിങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക്